വൈകിട്ട് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല മൊരിഞ്ഞ ഉള്ളിവടയുടെ റെസിപ്പി ആയാലോ ഇന്ന്. അതിനായിട്ട് ഇവിടെ 6 സവോള ഇതുപോലെ കനം കുറഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വലിയ പീസസ് ആയിട്ടുള്ള സവാളയുടെ പീസസൊക്കെ എടുത്ത് മാറ്റുകയും അതുപോലെ തന്നെ കൂടിച്ചേർന്നിട്ടുള്ള സവാള ഇങ്ങനെ അടർത്തിയിട്ട് കൊടുക്കുകയും വേണം. ഏകദേശം ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നീരിതുപോലെ പിഴിഞ്ഞ് മാറ്റി സവാള വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ഇതുപോലെ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 പച്ചമുളക് അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയും ചതച്ചെടുത്ത 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം അല്ലെങ്കിൽ വലിയ ജീരകം, 3 ടേബിൾ സ്പൂൺ കടലമാവ് പൊടി, 3 ടേബിൾ സ്പൂൺ മൈദ അഥവാ ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടീസ്പൂൺ അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ ഒട്ടും വെക്കണ്ട, നേരെ തന്നെ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ കനം കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിം ആണെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ വളരെ ലോ ഫ്ലെയിം ആണെങ്കിൽ ഇതുപോലെ മറിച്ചൊക്കെ ഇടുമ്പോൾ വിട്ടുവിട്ട് പോകും. 2 വശവും നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വരുമ്പോൾ കോരിയെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണി ചായയുടെയൊക്കെ കൂടെ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.